ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, തിരുവനന്തപുരം ആയിമല ശിവക്ഷേത്രത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പം എപ്പോഴും കണ്ണനെ കാണാൻ എന്നല്ലേ പോവാറ്, ശിവനെ കാണാൻ അങ്ങനെ പോവാറില്ലല്ലോ. അപ്പോൾ തിരുവനന്തപുരം വന്നപ്പം ആയിമല ശിവക്ഷേത്രത്തിലൊന്ന് പോയേക്കാമെന്ന് കരുതി. അപ്പോൾ ശിവനെ ഒന്ന് കാണാൻ. അപ്പോൾ ചോദിക്കും, ഇങ്ങനെ മുത്തപ്പനെ കണ്ടിട്ടില്ലേ, പിശാരിയാവ് അമ്മനെ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. കൊടുങ്ങല്ലൂർ അമ്മനെ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കും. അതേ, കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ശിവനെയും കാണാൻ പോവുകയാണ്. ശിവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം പെടാനുള്ള കാരണവും കൂടി ഞാൻ പറഞ്ഞുതരാവേ. എന്തുവാ സംഭവം എന്നറിയോ? നമ്മുടെ പണ്ടത്തെ ഒരു സീരിയൽ ഉണ്ടല്ലോ, ആ സീരിയലിലത്തെ ശിവനുണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമായും 6 പാക്ക് ബോഡിയും ആ കഴുത്ത് കിടക്കുന്ന ആഭരണത്തിനോട് മാത്രം വലിയ ഇഷ്ടമില്ല കേട്ടോ. അത് മാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതേ ബേക്കുന്ന ഇവിടെ കുത്തിരി ചിരിക്കുന്നുണ്ട് ആഭരണത്തിനെ പറ്റി പറഞ്ഞോ. അപ്പോൾ അത് മാത്രം എനിക്ക് അങ്ങോട്ട് ഇഷ്ടല്ല. അപ്പോൾ ശിവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് ആ സീരിയൽ കണ്ടിട്ടുള്ള അത് നമ്മളെവിടെ നോക്കുകയാണെങ്കിൽ ശിവനും ഭയങ്കര ഭംഗിയല്ലേ കാണാൻ, 6 പാക്ക് ബോഡിയും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ട്, ആ ഒരു പ്രേമം കൊണ്ട് പോവുകയാണ് നിന്നെ കൂട്ടിക്കോളി. അപ്പം നിങ്ങളെവരും കോയിത്തരാണ് ആണെങ്കിൽ ആണ്, അങ്ങനെ എന്നെ കൂട്ടുക. ബുധനല്ല, ബുദ്ധൻ, വെള്ളി. ഒന്നിങ്ങോട്ട് വെക്ക് എടി, ഒന്നിങ്ങോട്ട് വെക്ക്. ഒന്നുമില്ല, ബുദ്ധനെ കണ്ടിട്ട് പറഞ്ഞതാ. ബുധൻ, ബുദ്ധൻ, വെള്ളി. ഹലോ. അപ്പൊ അങ്ങനെയാണ് ചിരിക്കാൻ മഞ്ചാടി. ബുദ്ധൻ. അങ്ങനെ അപ്പൊ ആയിമല ശിവക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പൊ ആ ബുദ്ധൻ. അപ്പം അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാട്ടോ. ശിവക്ഷേത്രത്തെ ശിവനതാ കാണുന്ന കണ്ടില്ല, ദോ കിടക്കുന്ന കണ്ടത്. ഞാൻ ആദ്യം തൃശ്ശൂലാ കണ്ടേ. തൃശ്ശൂലം അങ്ങോട്ടാണ് പറക്കി. റേഞ്ചില്ല. അല്ല ഗംഗേ ഇല്ല. ഭയങ്കരായിട്ടുള്ള ക്യൂ. കഴിച്ചില്ലയോ? അല്ലേ, നമ്മുടെ അമ്മായി പറഞ്ഞതിന്റെ അടി പോയി വന്നപ്പോ ഹോസ്പിറ്റലിലാവേണ്ടി വരില്ലായിരുന്നു. അല്ല, എന്നെ കളിയാക്കലുണ്ടല്ലോ, എവിടെ പോയി വരുമ്പോഴും ഞാൻ ഹോസ്പിറ്റലിലാണ്. എനിക്ക് അവരുടെ ശീലമില്ലാത്തവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും.
അതെ അതെ ഭഗവാന്റെ കാലിലെ ഭഗവാന്റെ കാലിൽ തൊടുന്നവർക്ക് ഫോട്ടോ കിട്ടും. കാല് കൊള്ളുന്നു. അങ്ങനെ ദേ ശിവ ഭഗവാനെ മുഴുവനായിട്ട് ഞാൻ കണ്ടു. ഇവിടെ നിൽക്കാൻ ഒഴിവില്ല, അമ്മ അതിട്ട് ചൂടാണ്. ഭഗവാന്റെ ഉള്ളിലൂടെ ഇറങ്ങി ഇങ്ങോട്ടോ. ഭഗവാന്റെ ഉള്ളിലൂടെ എന്ന് വെച്ചാല് ഫുള്ളായിട്ട് ഈ പാറയുടെ ഉള്ളിൽ കൂടി ഭഗവാന്റെ ഒരുപാട് ചരിത്ര കഥകൾ ഇറങ്ങുന്ന ഒരു ഇടത്തൂടെ കടന്നു പോരാൻ നമുക്ക് പറ്റി. വളരെ സന്തോഷമുണ്ട്. ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കേട്ടോ. ഭയങ്കര പോസിറ്റീവ് അതിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ടാണ് തിരിച്ച് കയറി വരിക. ആയിമല ശിവ ടെമ്പിൾ എന്നല്ലേ പറയാ. എന്തായാലും അതെ, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളി. ഇങ്ങനെയെങ്കിലും നിങ്ങളെയൊക്കെ കാണിച്ചു തരാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. എന്തൊരു രസമാണെന്നറിയോ ഇതിൻ്റെ ഉള്ളിൽ. എന്തൊക്കെയോ ചരിത്രമുറങ്ങുന്ന ഒരു ശിവനാണിത്. വെറും ഒരു ശിവനല്ല ഇത്. ഇതിൽ അകത്തേക്ക് ആയങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ചരിത്രമുറങ്ങുന്നതായിട്ട് നമുക്കറിയാൻ പറ്റുക. അതാണ് ഈ ശിവൻ. അങ്ങനെ ശിവൻ ടെമ്പിൾ കണ്ട് ഇറങ്ങിട്ടോ. ഭയങ്കര ക്രൗഡായിരുന്നു. ചെരുപ്പ് കൂരി വെക്കണം. ഭയങ്കര പീസ്ഫുൾ ആയിട്ട്. എന്നെ കാൽമേലുള്ളത് കാടല്ലേ? രണ്ടും ഇല്ലേ? നോക്കി എല്ലാം മഹാദേവ എല്ലാം അവിടെ തന്നെ. ഇനി നേരെ അടുത്തൊരു സ്ഥലത്ത് പോകാണ്ട് അത് അടുത്തൊരു എപ്പിസോഡായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഓരോരോ എപ്പിസോഡായിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഏതായാലും ശിവ ടെമ്പിൾ കാണാത്തവരുണ്ടെങ്കിലും തീർച്ചയായിട്ടും വന്ന് കണ്ടിട്ട് പോകേണ്ട ഒരു സ്ഥലം തന്നെയാട്ടോ. അത്രക്ക് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അവിടെ മുകളിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ പൊന്നാര മക്കളെ ഉച്ചയ്ക്ക് ശേഷമേ വരാവുള്ളൂ, അല്ലേ രാവിലെ വരാവും. അപ്പൊ അയ്യോ പൊള്ളുന്നു. ആര് വരികയാണെങ്കിലും ഉച്ചക്ക് ശേഷോ അല്ലെ അതിരാവിലെയോ വരിക കേട്ടോ. ഈ ഒരു സമയത്ത് ഒരു 3 മണി 4 മണി വേലിയിറക്കത്തിന്റെ സമയത്ത് വരരുത്. വന്നാല് പെട്ടുപോകും മക്കളെ. കാലിന്റെ അടിയൊക്കെ പൊള്ളുന്ന പോലത്തെ ഫീലാ. എമ്മാതിരി പൊള്ളുന്ന ഫീലാന്നറിയോ. അപ്പോ പെട്ടു പോകരുത് എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ രാവിലെ വരിക, അല്ലെങ്കിൽ 5 മണിക്ക് ശേഷം വരിക. എന്നാ നിങ്ങൾക്ക് സുഖമായിട്ട് ശിവനെ കണ്ട് ഉഷാറായിട്ട് പോവാം. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു ശിവനാണ്. കണ്ടാൽ നമുക്കൊരു ശിവ രൂപമായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചരിത്രമുണ്ട് എന്നുള്ളത് നമുക്കതിൽ ആയത്തിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എന്താ ആയിമലയോ? ആയിമല ശിവക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പറ്റുമെങ്കിൽ പരദൂഷണം, അത്ര തന്നെ. പരദൂഷണം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? കമന്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.